ഗ്രീൻ ലൈൻ വരൂ പിങ്ക് ലൈൻ വരൂ എന്നൊക്കെയുള്ള ഭയം കാരണം പലരും അപ്ഡേറ്റ് പോലും ചെയ്യാറില്ല. അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ ഫോൺ ലാഗ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര പേടിയല്ലേ? നിങ്ങളുടെ ഫോണിൽ പുതിയൊരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഗ്രീൻ ലൈൻ വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും. അതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈൻ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. പേജ് എടുത്തിട്ടാണെങ്കിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് നേരെ ChatGPT ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ പേര് എന്ത് അപ്ഡേറ്റ് ആണോ വരുന്നത് എന്നിട്ട് ഈ താഴെയുള്ള പ്രോംപ്റ്റ് ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ChatGPT നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആർക്കെങ്കിലും ഒക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. എപ്പോഴും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഗ്രീൻ ലൈൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ ഒരു 70 മുതൽ 80% ചാർജ് അതേപോലെ വെക്കുക. അതേപോലെ തന്നെ ഭയങ്കര കൂളായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എപ്പോഴും ഫോണിൽ ഫ്രീ സ്പേസ് ഉണ്ടാക്കിയിടുക. എപ്പോഴും റാം ഫ്രീ ആയിരിക്കണം. മിനിമൈസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻസും വെക്കാൻ പാടില്ല. ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഹെവി ടാസ്കുകളൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടും ഹെവി ടാസ്ക് ഒന്നും കുറച്ച് നേരത്തേക്ക് ചെയ്യരുത്. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്ഡേറ്റ് ഓൺ ആക്കിയിട്ടിട്ട് ഞാൻ ഫ്രീസറിൽ കൊണ്ടുവന്ന് വെക്കും. ഒരു 5 മിനിറ്റിനുള്ളിൽ അത് അപ്ഡേറ്റ് ആയിട്ട് വരും. ഞാൻ തിരിച്ചെടുക്കും. ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണേ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഗ്രീൻ ലൈൻ്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ.